കുട്ടിക്കാലത്തെ ഓർമ്മ തന്നെയാണ് പ്രധാനമായിട്ട്. അന്ന് അമ്മ ഈ നാലുകെട്ടിലിരുന്നിട്ട് കഥ പറയും, പഴയ കഥകളും. പിന്നെ അച്ഛൻ്റെ വരവ്, അച്ഛൻ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, മാഷായിരുന്നു. ഈ ഓർമ്മകളിൽ നിന്നാണ് ഞാൻ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആറന്മുള കണ്ണൻ്റെ കഥയുണ്ട്. അപ്പോൾ അവിടെ മങ്ങാട്ട് പട്ടേരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഈ കൃഷ്ണൻ പിന്നെ ഓണസദ്യ ഉണ്ണാൻ വരുന്നതാണ് കഥ. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ കാണാത്തപ്പോൾ, ഈ കുട്ടിയെ കാണാത്തപ്പോൾ ഈ അദ്ദേഹത്തിന് അശരീരുണ്ടായിരുന്നു. ഈ സ്ഥാനങ്ങളൊക്കെ എടുത്താൽ അദ്ദേഹം അങ്ങോട്ട് പോയി എന്നാണ്. അതാണ് ഈ തിരുവോണത്തോണിയുടെ കഥ. അപ്പോൾ എല്ലാ കരക്കാരും അതിൽ പങ്കെടുക്കും. അങ്ങനൊരു ഇതുണ്ട്. തിരുവോണത്തോണി പൊന്നും തോണി ആറന്മുളക്കണ്ണൻ്റെ പൊന്നും തോണി. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ഈ ബസ് വരുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഓണം ആണ്. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. നമ്മൾ വടക്കേ മലബാറിലുള്ള ആൾക്കാർക്ക് പരിചയമുണ്ടാവും. ഓണത്താറ് എന്ന് പറയുന്നത് ഈ ഓണത്തിന് കെട്ടിയാടി വരുന്ന ഒരു തെയ്യാണ്, കുട്ടിത്തെയ്യാണ്. ഇന്നും ഭക്ഷണങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും നല്ല നല്ല ഭക്ഷണം തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത്. പക്ഷേ ഭക്ഷണത്തിലുള്ള മായ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ കാലത്തിൽ ഉണ്ടാക്കിപ്പോയതാണ്. അന്ന് അതൊന്നുമില്ല. എല്ലാ ശുദ്ധമായ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ അമ്മ തന്നെ ഈ വെള്ളമൊഴിച്ചിട്ട് അമ്മ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറിയാണ് അന്ന്. അതിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം നല്ല രസമായിരുന്നു. ആ കാലം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ കാലമായാലും ഓർമ്മയുടെ കാലം, കഥയുടെ കാലം, നല്ല കാലം. പിന്നെ വായന. എന്തൊക്കെ ദരിദ്രമുണ്ടായാലും ഞാൻ വായന മുടക്കാറില്ല. സിനിമയിലൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് സമൃദ്ധിയുടെ ഓണങ്ങളായി. അപ്പോഴും തിരക്കായി. അപ്പം മിക്കവാറും മദ്രാസിലായിരിക്കും. ഓണം എന്ന് പറയുന്നത് ആ നന്മയുടെ ഓർമ്മകളാണ്. ഈ പറഞ്ഞ പോലെ ഒരിക്കലും മരിക്കാത്ത മാവേലിയുടെ ഓർമ്മകളാണ്. സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക.